Praise the Lord, my precious friends, and welcome each and all to this Bible meditation. I greet each one of you in the name of our Lord, Savior Jesus Christ. Hope you are all fine and happy. So let us meditate on Proverbs 28:20. So today we are going to meditate on Proverbs 28:20. 28:20 says, "A faithful man will be richly blessed." യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രഷ്യസ് ഫ്രണ്ട്സ് എല്ലാവരെയും ഇന്നത്തെ ബൈബിൾ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ഞാൻ ഗ്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന വാക്യം പ്രോവേർബ്സിൽ നിന്നാണ്. സദൃശ്യവാക്യങ്ങൾ 28:20 വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണ്ണൻ. So dear friends, the Bible says in Proverbs 20:20, a faithful person will be richly blessed. Our Lord constantly instills in us the qualities of faithfulness. അപ്പം വിശ്വസ്തതയുടെ ഗുണങ്ങൾ നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. We read in the Bible that Abraham was a faithful man. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു അബ്രഹാം ദൈവത്തിന് വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു. അബ്രഹാം വിശ്വസ്തനായ മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. We find in Nehemiah 9:7-8 about how God found Abraham to be righteous and made a covenant to bless him and his descendants. നെഹമ്യാവിൻ്റെ 9-ാം വാക്യം അതിൻ്റെ 7-8 വേഴ്സസ് നമ്മൾ വായിക്കുമ്പോൾ കാണാം, ദൈവം അബ്രഹാമിനെ നീതിമാനായി കണ്ടതും അവനെയും അവൻ്റെ സന്തതികളെയും അനുഗ്രഹിക്കുന്നതിനായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയതും നാം വായിക്കുന്നു. Today we can also be blessed as Abraham by becoming a faithful person. അപ്പം അബ്രഹാം വിശ്വസ്തനായിരുന്നതുപോലെ നമുക്കും ദൈവത്തിൽ വിശ്വസ്തരായി തീരാം. അങ്ങനെ അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്കും പ്രാപിച്ചെടുക്കാം. All the promises that God made unto Abraham can be inherited by us through faith. ദൈവം അബ്രഹാമിന് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും വിശ്വാസത്തിലൂടെ നമുക്കും അവകാശമാക്കാം. God seeks after a faithful heart and he delights greatly in that faithful person. He finds such person and he dwells in their heart. വിശ്വസ്തമായ ഒരു ഹൃദയത്തെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വസ്തത വ്യക്തിയിൽ അവൻ അത്യധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. അവൻ അത്തരം ഒരു വ്യക്തിയെ കണ്ടെത്തുകയും അവരുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. The Bible says in 1 Samuel 16:7 and also in Proverbs 21:2 that God looks at the heart. So this day I encourage you to develop a faithful heart that God may dwell in our hearts and place His blessings upon us. അതുകൊണ്ട് ഈ ദിവസം ദൈവം നമ്മുടെ ഹൃദയങ്ങൾ വസിക്കുന്നതിനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ലഭിക്കേണ്ടതിനും ഒരു വിശ്വസ്ത ഹൃദയം വളർത്തിയെടുക്കുവാൻ ഞാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. There lived a prince. So let us see a story. There lived a prince of a certain kingdom. He once went to visit the prisoners. On visiting them, he asked each of them about what crime they had committed. അപ്പം നമുക്കൊരു സ്റ്റോറി നോക്കാം. ഒരു രാജ്യത്തിൽ ഒരു രാജകുമാരൻ അവിടെ താമസിച്ചു. ഒരിക്കൽ അദ്ദേഹം തടവുകാരെ കാണാൻ പോയി. അവരെ സന്ദർശിച്ച അദ്ദേഹം അവരോട് എന്ത് കുറ്റമാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. Every prisoner complained that they were blameless, but still they are imprisoned by false accusations. അപ്പോൾ തങ്ങൾ കുറ്റമറ്റവരാണെന്ന് എല്ലാ തടവുകാരും പരാതിപ്പെട്ടുവെങ്കിലും ഇപ്പോഴും വ്യാജ അക്യൂസിഷൻസ് കാരണമാണ് അവർ തടവിലാക്കപ്പെട്ടെന്നാണ് അവർ പറഞ്ഞത്. Uncommonly, there was one man who accepted his fault when the prince came near. അസ്വാഭാവികമായിട്ട് ഒരു കാര്യം അവിടെ കാണാം. രാജകുമാരൻ അടുത്ത് വന്നപ്പോൾ തൻ്റെ തെറ്റ് അംഗീകരിച്ച ഒരാളുണ്ടായിരുന്നു. The prince enquired him of his crime, to which the man replied that he had committed a murder. രാജകുമാരൻ അവൻ്റെ കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. നീ എന്ത് കുറ്റമാണ് ചെയ്തത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു കൊലപാതകം നടത്തി എന്ന് പറഞ്ഞു. He further cried unto the prince, regretting for what he had done, which had led the family of the man who died to face great sorrow. മരിച്ച ആളുടെ കുടുംബത്തെ വലിയ ദുഃഖത്തിലേക്ക് നയിച്ച് താൻ ചെയ്ത കാര്യങ്ങളിൽ അവന് വല്ലാത്ത ഖേദമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം രാജകുമാരനോട് കരഞ്ഞു പറഞ്ഞു. The prince, impressed by his contriteness,
and told the man that since he had realized his fault, he is now free to go. അവൻ്റെ പശ്ചാത്താപത്തിൽ ആകർഷനായ രാജകുമാരൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയതിനാൽ ഇപ്പോൾ പോകാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. However, that man pleaded the prince to take care of that family instead of letting him free. The prince was surprised and shocked at this man's concern. എന്നിരുന്നാലും തന്നെ സ്വതന്ത്രനാക്കുന്നതിന് പകരം ആ കുടുംബത്തെ പരിപാലിക്കാൻ ആ മനുഷ്യൻ രാജകുമാരനോട് അഭ്യർത്ഥിച്ചു. ഈ മനുഷ്യൻ്റെ ആശങ്കയിൽ രാജകുമാരൻ ആശ്ചര്യപ്പെടുകയും ഞെട്ടുകയും ചെയ്തു. He immediately told this prisoner that he is not only free to go but will also be granted support to take care of that family by himself. തനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല രാജകുമാരൻ കൊടുത്തത്, ആ കുടുംബത്തെ സ്വയം പരിപാലിക്കാനുള്ള പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം ഉടൻ തന്നെ ഈ തടവുകാരനോട് പറഞ്ഞു. So when you read 1 John 1:9 and also in Acts 10:35, you will realize that confessing your sins to God, just as this prisoner did, will liberate you and help you to lead a righteous life. 1 യോഹന്നാൻ 1:9 അപ്പോസ്തല പ്രവർത്തികൾ 10:35 നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഈ തടവുകാരനെ പോലെ ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ നിങ്ങൾ മോചിക്കപ്പെടുകയും നീതിയുള്ള ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. All what you have to do is to open your hearts to our Father in heaven and confess to God the sins that you have committed. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. Our Lord is merciful God. He will forgive us and make us worthy to be faithful in all that what we do. നമ്മുടെ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവൻ നമ്മോട് ക്ഷമിക്കുകയും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കാൻ നമ്മെ യോഗ്യരാക്കുകയും ചെയ്യും. Be assured of the blessings that God has promised Abraham. As we confess our sins and seek God today, God will bless us abundantly and make us a faithful person. ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഉറപ്പുണ്ടായിരിക്കുക. ഇന്ന് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും നമ്മെ വിശ്വസ്ത വ്യക്തികളാക്കി തീർക്കുകയും ചെയ്യും. So shall we pray? Are you blessed with this message? So shall we pray? Heavenly Father, we thank you for this day. Lord, today we have learned how to inherit your blessings. Lord, forgive all our sins and help us to be a faithful person, Daddy. Help us to have a contrite heart which pleases you. Thank you for your grace and mercy. Also, Daddy, I pray for all those who are watching this video to be blessed abundantly in their job, in their family, whatever things they are handling. Bless them, Daddy. If they are sick, heal them, Daddy. If they are seeking a job, Daddy, hallelujah, bless them with a job, Daddy. Hallelujah, answer all their prayers, Daddy. Let them be blessed today. Hallelujah. Thank you, Jesus, for blessing each and every one, Daddy. In Jesus' name I pray. Amen. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ കർത്താവേ, ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. കർത്താവ് തന്ന വാഗ്ദത്തത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് ഇൻഹെറിറ്റ് ചെയ്യേണ്ടതെന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, അങ്ങയുടെ സ്ഥാനത്തിൽ അബ്രഹാമിനെ പോലെ വിശ്വസ്തയുള്ളവരായി ജീവിപ്പാൻ അങ്ങയുടെ കൃപ അഭിഷേകം അങ്ങ് ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹല്ലേലൂയ പശ്ചാത്താപമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ തെറ്റുകളെ ഉപേക്ഷിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു പപ്പ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. അവർ ഹല്ലേലൂയ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, ജോലിയാണോ കർത്താവേ, അവർക്കൊരു ഹീലിംഗ് ആണോ ആഗ്രഹിക്കുന്നത്, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താണെങ്കിലും കർത്താവേ അങ്ങ് നിറവേറ്റി കൊടുക്കുമാറാകണമേ. അവരുടെ എല്ലാ ഹൃദയങ്ങൾ കർത്താവിൻ്റെ സമാധാനത്താൽ അവർ നിറയപ്പെടണമേ. അവരായിരിക്കുന്ന വഴികളിലൊക്കെയും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഇന്നത്തെ ദിവസം അവർക്കൊരു അനുഗ്രഹപ്പെട്ട ദിവസമാക്കി കർത്താവ് മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനയെ യാചനയപ്പച്ചൻ കേട്ട കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. So thank you Jesus. Thank you Jesus. Thank you all for watching this video. I hope you all are blessed with this message. So may God bless you all to be faithful in His presence. So thank you for watching. So if you have not subscribed this channel, please don't forget to like, comment and share this video. Also, if you have got any prayer request, you can send your prayer request to my mail ID indulekha.rajkumar@gmail.com. May God bless you all. May you have a joyful, peaceful and blessed day today. May God always keep you in His loving care. Love you all with lots of love and prayers into അപ്പം ഈ വീഡിയോ എല്ലാവർക്കും അനുഗ്രഹപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ. വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് indulekha.rajkumar@gmail.com അയക്കാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവത്തിൻ്റെ വചനമാണ്, ഇത് അനേകർക്കൊരു അനുഗ്രഹമാണ്. കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കും. മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ മെസ്സേജസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കർത്താവ് തീർച്ചയായിട്ടും നിങ്ങളെ ഡബിൾ മെഷറിൽ അനുഗ്രഹിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. സി യു നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ബൈ. മേ ഗോഡ് ബ്ലെസ് യു.